ബ്ലോക്ക് വന്നത്? കല്യാണം കഴിഞ്ഞ് എന്നെ ക്ഷണിച്ചില്ലല്ലോ. നമ്മളെ ആരെയും ക്ഷണിച്ചില്ല. കല്യാണം ഇവിടെ നിൽക്കട്ടെ, ക്ഷണിക്കെങ്കിലും ചെയ്തൂടെ? നിങ്ങൾ പറ. മോശമല്ലേ? ഇൻവൈറ്റ് ചെയ്തില്ല, അങ്കിളിനെ ഇൻവൈറ്റ് ചെയ്തില്ല. കൊച്ചു വല്ലാതെ വിഷമിച്ചിട്ടുണ്ടല്ലോ ആ പിഞ്ച് ഹൃദയം. ഞാൻ ആക്ച്വലി റിജ്വലിനെ ഞാൻ വിളിച്ചപ്പം ഫോൺ എടുത്തില്ല. പിന്നെ പാട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ശിവദ എന്ന് പറയുന്ന ഒരു കുട്ടി, എല്ലാവരും അവന്റെ കുട്ടൂസാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഇതാണ് കുട്ടൂസ് എന്ന് വിചാരിച്ചു. പക്ഷെ ഞെട്ടിക്കുന്ന സത്യം. അല്ല, കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നോക്കണ്ടേ? ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചല്ലോ. ഈ കാര്യം നിനക്ക് വേറെ ഏതെങ്കിലും ഒരു കുട്ടൂസ് വേണം. അല്ലാതെ പറ്റില്ല. അല്ല, കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിലൊക്കെ വേറെ കുട്ടൂസിനെ നോക്കണ്ടേ? നോക്കിയോ, കണ്ടുപിടിച്ചോ? ശിവതയാണ് പുതിയ കുട്ടൂസ്. ശിവദ, പിന്നെ ക്ലാസ്സിലത്തെ മറ്റേ രൂപിക. രൂപികയും ശ്രീനേനെയും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഫൈനൽ ഓഡിഷൻ പറഞ്ഞത് രൂപിക ശ്രീനാണ്. ശിവദ ഇപ്പൊ ചേർന്നതേ ഉള്ളൂ കഴിഞ്ഞ മാസം. ഈ ഗ്രൂപ്പിലേക്ക് ശിവത ഇപ്പൊ ഇന്നായിട്ടേ ഉള്ളൂ. കാരണം ശിവത എന്റെ ക്ലാസ്സിലല്ല. ഞാൻ 5C, ഓൾ 5D. ചേർന്നപ്പോഴത്തേക്കും കുട്ടൂസായി മാറി. ആ ഗ്രൂപ്പിലേക്കാണ് ചേർന്നത്. കാരണം ആര്യ ചേച്ചി ആയിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു, അപ്പത്തേക്ക് മാറ്റി. പിന്നെ ശിവതേനെ ആ ഗ്രൂപ്പിലേക്ക് ചേർത്തു. അഥവാ ഈ കുഞ്ഞൂസിന്റെ കുട്ടൂസ് ആണെങ്കിൽ ഞാൻ ആ കുട്ടൂസിനെ മറന്നേക്കാം. തലക്കാലം മറന്നേക്കാം. തലക്കാലം മറന്നേക്കാം. അല്ല, എപ്പ മനസ്സ് മാറലൊന്നും അറിയില്ലല്ലോ. ആരുടെ മനസ്സ്? കുട്ടൂസിന്റെ. ശരിക്കും പറഞ്ഞാൽ ദിവ്യ എന്നെ കുട്ടൂസ് എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ദിവ്യ കുഞ്ഞൂസ് എന്ന് വിളിക്കാറുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? ഈ കുഞ്ഞൂസ് ഉണ്ടല്ലോ, കുഞ്ഞൂസ് സൂപ്പർ ക്രിക്കറ്റ് പ്ലെയർ ആണോ? അടുത്ത് ഒരൊക്കെ വിശേഷം പറയാനുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് എല്ലാരും സപ്പോർട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ. എനിക്ക് അങ്ങനെയല്ല, പാട്ട് ടോപ്പ് സിംഗറിൽ വന്നേ പിന്നെ. അപ്പൊ അവരൊക്കെ എനിക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചു. ഞാൻ അത് ക്ലബ്ബുകാരാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉത്തരിയടുക്കം. നല്ല ഫോട്ടോ അല്ലേ ഇതിലുള്ളത്? ഫോട്ടോ. അടുത്ത ഫ്ലക്സ് അത് പാണ്ടിക്കോടാണ്. ബ്രദേഴ്സ് ക്ലബ്ബാ. നേരത്തെ കാണിച്ചത് കൈരളി ക്ലബ്ബാ. ഇവിടെയാണ് എന്റെ ഗ്രൗണ്ട് ഉള്ളത്. ഇത് ഫ്രണ്ട്സ് ക്ലബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുത്തരിയടുക്കം. ഇത് കൊറേ ഉണ്ടല്ലോ. 3 ഫ്ലക്സ് അല്ലേ ഇല്ലോ? നീ എത്ര പാട്ട് പാടി ഇപ്പൊ? ഓരോ പാട്ട് കൂടുന്നോറും ഫ്ലക്സുകൾ പാടുന്നു. 3 ഫ്ലക്സ്. അപ്പൊ 4ാമത്തെ പാട്ടാകുമ്പോഴേക്കും 4 ഫ്ലക്സ്. ഫ്ലക്സ് കൂടി വരും. അതെ അതെ. രുജു 6 അടിക്കാറുണ്ട്. അടിക്കണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം. കളിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ബാറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, അടുത്ത പ്രാവശ്യം രുജു അടുത്ത പാട്ടുമായിട്ട് വരുമ്പോ ഇവിടെ എന്ത് വരും? ക്രിക്കറ്റ്. ഇവിടെ ഒരു ബാറ്റ് വരും. അങ്കിൾ രുജുവിന് ഒരു ബാറ്റ് സമ്മാനിക്കാൻ പോവാം. സന്തോഷല്ലേ? സന്തോഷം.